കുടുംബശ്രീ നിർമ്മിച്ചത് 22 ലക്ഷം ദേശീയപത. വോട്ടിംഗ് യന്ത്രത്തിന്റെ സാധുത തള്ളി. ചുവപ്പ് വേണോ പച്ച വേണോ? ഏതെങ്കിലും താ ഇങ്ങോട്ട്. അതിനെ എടുത്തോ. ചുവപ്പും പച്ചയും. കടുപ്പില്ല. കടുപ്പില്ലേ? കുറവ്. നിങ്ങൾ രണ്ടുപേരും മാത്രം ചായ കുടിക്കണ? എനിക്കില്ലേ ചായ? വീട്ടിലെ ഗസ്റ്റ് ആണല്ലോ, എടുത്തോണ്ട് വന്ന് ചായ കുടിക്കൂ സാറേ എന്ന് പറയാനായിട്ട്. വേണമെങ്കിൽ എടുത്ത് പോയി കുടിക്കടി. പിന്നെ അച്ഛൻ എന്തോന്ന് ഗസ്റ്റാ? മക്കൾക്ക് ചായ വേണോ? ഓ വേണോ ചായ. പോയി എടുത്ത് കുടിക്കോ. കുടി. എന്താ ഭയം ഇറക്കോട്ടെ. പാവല്ലേ നേരം. എന്താണ് മൂകത ലൈൻ? ആരും ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാനാ? ഇന്ന് രാവിലെ എഴുന്നേറ്റോണ്ട് ഇവിടെ പാട്ട് പാടി നടക്കും. ഒച്ചയും ബോളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മിണ്ടുന്നില്ല. അല്ല പത്രമൊക്കെ വായിക്കണം. അല്ലടാ ഞാൻ എന്താ എഞ്ചുവടി നോക്കുന്നു. 7:42 ഉണ്ട്. സംഭവം ഭാഗവതം വായിക്കേണ്ട സമയമായി. ഈ പ്രായത്തിലുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വായിച്ചോളാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോന്നു? അങ്ങള് പറഞ്ഞതാ അച്ഛൻ പറഞ്ഞതാ? അല്ല അണ്ണന്റെ തഗ് കൊള്ളൂല, എന്റേത് കൊള്ളാന്ന് പറയരുത്. മനസ്സിലായില്ലേ? വേറെ പണിയൊന്നുമില്ലേ? 2 ഉണ്ട്, കൊണ്ടുവരട്ടോ. എനിക്ക് പണി തരാനല്ല, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന്. എനിക്ക് പണി തരികയാണല്ലോ. എന്റെ കുളിമുറിയുന്ന ഷാമ്പു നീ എടുത്താടാ? എടുത്തു. എന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സാധനം ഒറ്റെണ്ണം എടുത്തു പോരുത്. എവിടെ പോണം? ഞാനാ എന്റെ ഒരു കൂട്ടുകാരന്റെ പാലിയാച്ചന് പറഞ്ഞു. എന്ത് അയാള് മുടി കൊട്ടിട്ടിരിക്കണ ഷാമ്പൂ കൂടെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ. എടാ എന്റെ വിവരക്കേട് പറയാ. നാക്കെടുത്താൽ നല്ലത് പറ. ഞാൻ ഒരു നല്ല കാര്യത്തിനാണ് പോണത്. എനിക്കൊരു നല്ലതുമില്ല. കണ്ടന്റെ വീട്ടിൽ തിന്നാൻ പോണോ? ഇത്ര നല്ലതെന്ത്? ഓ അപ്പൊ നീ പാലിയാച്ചനൊന്നും നീ പോകൂലേ? ഞാൻ പാല് കാച്ചാൻ പോവാൻ. ഞാൻ ജാനകി അമ്മയല്ല. എന്തിനാ പാല് കാച്ചാൻ പോവാൻ? രാമ നിർത്ത്, മാമ പോയിട്ട് വരണം. ഒരു കാര്യം ഞാൻ പറയാം കേട്ടാ. കേക്ക് ആരെങ്കിലും വണ്ടി നന്നാക്കാൻ കൊണ്ടുവന്ന ഇന്ന് ആളില്ല, നാളെ കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞാൽ ഓ ശരി ശരി. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ജനശതാബ്ദി വല്ല വരൂ? അയച്ചു പാടാ. അപ്പൊ ഒരു 5 മിനിറ്റില് ഞാൻ റെഡി ആയിട്ട് വരാം. എവിടെ? പാലേച്ചിന് പോവാൻ. എന്നെ വിളിച്ചില്ലല്ലേ? എന്നെയല്ലേ വിളിച്ചത്? ഞാൻ പൊയ്ക്കോളാം. പോട്ടാ. അതെ, അവിടെ ഇന്ന് വലിയ കാര്യമായിട്ട് ഫുഡൊന്നും ഇല്ല. ബിസ്ക്കറ്റും ചായയേ ഉള്ളൂ. പറഞ്ഞോ? ഓ അതില് നിന്റെ അച്ഛൻ പോകത്തത്. ചേട്ടാ മെക്കാനിക് ഇല്ലേ? വണ്ടി ഒന്ന് ശരിയാക്കാനായിരുന്നു. തന്നെ ചേട്ടനാണോ മെക്കാനിക്ക്? ആ ഞാൻ തന്നെ. അല്ല ഞാനല്ല, മെക്കാനിക്ക് പുറത്ത് പോയിക്കണം. ഞാൻ എന്റെ ഓണറാണ്. ഓ ചേട്ടാ ഇതിന്റെ ഇൻഡിക്കേറ്റർ അങ്ങോട്ട് കത്തുന്നില്ല. ഇൻഡിക്കേറ്റർ കത്തുന്നില്ലേ? നിക്കേ ന്യൂട്രലാക്കട്ടെ. ഇൻഡിക്കേറ്ററല്ലേ കത്തുന്നത്? അയ്യോ ഫ്രണ്ടിലെ അല്ല, ബാക്കിലെ. ബാക്കിൽ. ആ ബൾബ് മാറ്റില്ല. ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് 1 വർഷമായില്ലേ സർവീസ് ചെയ്തിട്ട്? അതിന്റെ ഒരു കുഴപ്പം ഉണ്ട് തന്നെ. ഉണ്ടല്ലേ? ഇവിടെ വെച്ചേരാ. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടോ, എന്നിട്ട് ഞാൻ ശരിയാക്കി തരാം. അയ്യോ ഞാൻ വെയിറ്റ് ചെയ്തോളാം. എന്തെന്ന്? എനിക്ക് വേറെ പണിയൊന്നും ഇല്ല. അല്ല അതല്ല, ഇത് ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യണം. ഇത് ഓയിൽ ചേഞ്ച് ചെയ്ത് ഞാൻ ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ തരാം. അല്ല എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. കംപ്ലീറ്റ് സർവീസ് ചെയ്തിട്ട് തരാം. എന്താ പറയാ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി ഇല്ലേ? അതെ. ഫുൾ ആയിട്ട് സർവീസ് അങ്ങ് ചെയ്തേക്കാം. എന്താ പറയാ, ബ്രേക്ക് ഒക്കെ മാറി സെറ്റിട്ട് അങ്ങ് തന്നേക്കാം. ഒരു ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ മതി. എനിക്ക് വിശപ്പില്ല. അപ്പൊ ചായയും വടയും തിന്നാൽ മതി. വടിയോ? വട തെറ്റിപ്പോ വടയാനിയാ. എന്നാ പോയിട്ട് വരാം അല്ലേ? പിന്നല്ല, പോയിട്ട് വേണം ഇവിടെ വയ്ക്കണ്ട. അതെനിക്ക് ഇഷ്ടമില്ല. എന്നാ പോവാ. ഓക്കെ പോവാ. ഞാനായിട്ട് വിളിച്ചു വരുത്തിയല്ലോ, ഒരു സാധനം വന്നതല്ലേ. കുറച്ച് തൊട്ടെന്റെ പോക്കറ്റ് ഇരിക്കട്ടെ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവോ? നിങ്ങൾക്കെല്ലാം അറിയോ? ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നീ ഒന്ന് ചുമ്മാരി. ഞാൻ കണ്ട് അച്ഛന്റെ വർക്ക്ഷോപ്പിലെ ഒരു പൊട്ടിയ ഒരു സിഗ്നൽ കിടക്കണം. അതിന്റെ ഒരു ബൾബ് എടുത്തിട്ട് കൊടുക്കുക. ദൈവമേ, അപ്പൊ പറഞ്ഞാണ് വേണോ? നിന്റെ പേടി എന്തിനാണ്? ഞാൻ മറ്റേ തീവ്രവാദികൾക്ക് ബോംബുണ്ടാക്കി കൊടുക്കണ ഒരു കൊട്ടേഷൻ എടുത്തോല്ലേ? അപ്പൊ പറഞ്ഞാണ് ഞാൻ ചെയ്തോളാം, നീ ഇപ്പൊ ആത്തറി. അറിയാൻ വയ്യാത്ത പണിക്ക് പോണോ? ഇത് കാര്യം ചെയ്യാൻ അണപ്പിക്കാനായിട്ട് ഓരോ
ഗവൺമെൻറ് എംപ്ലോയി സ്കീം, ഡൗൺ പേയ്മെൻറ്റ്, ക്യാഷ് ഓഫറുണ്ട്. കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല, ചെറിയ അക്ഷരമൊക്കെ. അത് ചെറിയ അക്ഷരത്തിന്റെ പ്രശ്നമല്ല, പ്രായമാകുമ്പോ കാഴ്ചശക്തി കുറയും എല്ലാവർക്കും. വെള്ളെഴുത്ത് കുഴപ്പമൊന്നുമില്ല. അതന്നെ, കണ്ണാടി എടുത്ത് വെച്ചോടെ മനുഷ്യ. പേപ്പർ വായിക്കാൻ നേരത്ത് മാത്രം കണ്ണാടി എടുത്ത് വെക്കും. എന്താ നോക്കണേ? അതെ, ഞാൻ വിചാരിച്ചു നമുക്കൊരു കാർ വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുന്നു. അയ്യോ, അല്ലല്ല, ഒരു കാറ് വാങ്ങിച്ചതിന്റെ ക്ഷീണം മാറിയില്ല. എടി അത് പഴയ കാറല്ലേ, ഇത് പുതിയത്. പുതിയ കാറാ? അതാ ശരിക്കും. നോക്ക് അച്ഛാ, നമുക്ക് ഉടനെ തന്നെ ഒരു ബൈക്ക് കിട്ടാനുള്ള വഴിയൊക്കെ ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ? അങ്കിൾ ഒരു വണ്ടി നന്നാക്കി എടുത്തോണ്ട് പോയിട്ടുണ്ട്. രാമനാ? അതെ. എടി, അവൻ നന്നായിട്ട് വണ്ടി പണിയാൻ അറിയാം. ഇപ്പൊ പ്രശ്നം തോന്നുന്നു. പിന്നെ എന്റെ പൊന്നമ്മ ഇൻഡിക്കേറ്റർ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞൊരു ബൈക്ക് കൊണ്ടുവന്നു. അതിന് എഞ്ചിൻ പണിയാണെന്ന് പറഞ്ഞ് ഉന്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ആ, ഞാൻ ഒരു കാര്യം പറയാം. അവ ആ വണ്ടി തൊലച്ചു കഴിഞ്ഞാലേ അതിന്റെ പൈസ ഒന്നും ഞാൻ കൊടുക്കൂല. അത് എന്റെ അടുത്ത് പറയണ എന്തിന്? പറഞ്ഞതേ ഉള്ളൂ, ഞാൻ അവനോട് പറയും. എന്നിട്ട് അവ എവിടെ? വർക്ക്ഷോപ്പില്. ഞാൻ ബെറ്റർ. രാമ, നീ എന്തോ ചെയ്യുന്നു ഇവിടെ? ഇപ്പോൾ ഞാൻ പ്ലഗ് ക്ലീൻ ചെയ്യുന്നു, വണ്ടി ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുന്നു. പ്ലഗ് ക്ലീൻ ചെയ്യാനാ? അതിന് കുഴപ്പം തോന്നുന്നു. കുഴപ്പം ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്ററാ? ഇൻഡിക്കേറ്റർ എന്ത്? ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. അത് പ്രശ്നം എന്ത്? പ്രശ്നം ബാറ്ററിയുടെ പ്രശ്നമാണ്. ബാറ്ററിയുടെ പ്രശ്നമോ? അതെന്ത് പ്രശ്നം? ബാറ്ററിയുടെ അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന കണക്ഷന്റെ പ്രശ്നമാണ്. ബൾബ് ഞാൻ മാറി വെക്കും, എന്നിട്ട് കത്തണം. അതെന്താണ് പ്രശ്നം എന്ന്? അത് വല്ല ലൈനും വല്ല ഷോർട്ട് ആയതായിരിക്കും, അതായിരിക്കും എന്റെ പ്രശ്നം. അതാണ് പ്രശ്നം. ഓ, ഇൻഡിക്കേറ്റർ മാറാൻ വന്ന വണ്ടിയുടെ പ്ലഗ് ക്ലീൻ ചെയ്യുന്നത്? അത് ചോര്. ഇൻഡിക്കേറ്റർ മാറിയ ഒരു 60 രൂപ കിട്ടും. അതിന് വരെ ഞാൻ ഫുൾ ജനറൽ സർവീസ് അങ്ങ് ചെയ്താലേ, എഞ്ചിൻ ഓയിൽ ചേഞ്ച്, പ്ലഗ് ക്ലീനിങ്, ബ്രേക്ക് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് പൈസ എത്രയാണെന്ന് പറയാം. ലാഭം വേണ്ടേ? നീ ലാഭത്തിന് വേണ്ടി ചെയ്യണത്. പിന്നെ നമ്മൾ സർവ്വസാമയം ഇവിടെ നടത്തുന്നത്. ഒരാൾ ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ആ കംപ്ലൈന്റ് ക്ലിയർ കൊടുക്കണം. ഇവിടെ തന്തപ്പടി എന്ന് കൊട്ടിക്കൊണ്ടിരിക്കണത്, ഒന്നും ചെയ്യാൻ പറ്റാ, ഡെവലപ്മെന്റ് ഇല്ലാത്തത്. ഇത് എന്താടി ബുദ്ധിയല്ലേ ഞാൻ പറഞ്ഞത്? നിനക്ക് ഇതുവല്ല അറിയാമോ? ഇങ്ങനെ നിനക്ക് ഈ പണിവല്ല അറിയാമോ? ഒരു പ്രോ മെക്കാനിക്കായ മിസ്റ്റർ രാമൻ ഉണ്ണിയുടെ ചോദിക്കാൻ കൊള്ളാം ചോദ്യം തന്നെ നിങ്ങൾ ചോദിച്ചത്. രാമൻ, ഞാൻ ഒരു കാര്യം പറയാം. ഈ വണ്ടി പണിഞ്ഞു പണിഞ്ഞ അവസാനം പുതിയ വണ്ടി വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതി വരല്. ഇത് പുതിയ വണ്ടിയാണ്, ഇത് വാങ്ങിച്ചു കൊടുക്കാൻ. ഇത് പഴയ വണ്ടിയില്ല. പഴയതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരല്. പഴയത് വാങ്ങിച്ചു കൊടുക്കണ ഇപ്പം എന്ത് കുഴപ്പം? എന്റെ പൈസ ഒന്നുമില്ല വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. ചിരിക്കണ? ഇവിടെ എന്ത് സംഭവം നടന്നാലും അവസാനം എനിക്കാണ് അതിന് പാര വരണത്. അച്ഛാ, നമുക്ക് പോവാം. വെറുതെ ഒരു വണ്ടിയുടെ അകാല ചരമത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കണ്ട. ഓ, ചെല്ലു മോളെ, അച്ഛനെ വിളിച്ചോണ്ട് ചെല്ല്. ചെല്ലാൻ തന്നെ പോണത് കേട്ടാ. ഒരു കുത്തിക്കളി ഇവിടെ നിന്ന്. ആവശ്യമില്ലാത്ത ഒന്നും ഇളക്കണ്ടേ. നീ ആ ഇൻഡിക്കേറ്റർ മാത്രം ചെയ്തിട്ട് പോയി. മണി പോയ പക്ഷെ തിരിച്ചു വന്നോ? ഓ, അവ അവിടെ എന്തൊക്കെയാ ചെയ്യണം? ഞങ്ങൾ പിന്നെ കണ്ടോണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളിങ്ങ് വന്നു. കണ്ടോണ്ട് നിക്കാൻ വയ്യ. എവിടെ ആരെങ്കിലും സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കണം? അല്ല, അങ്ങനെയല്ലേ പറയണ ഡയലോഗ്. അമ്മ, ഒരു ബിസ്ക്കറ്റിന്റെ പോണിണ്ടായിരുന്നില്ല, അത് എവിടെ അമ്മ? അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചു. ഷോ, അമ്മ എനിക്ക് എടുത്താകുമ്പോ വിശക്കണമാ. ആണോ? എന്റെ മുകളിലിരിപ്പുണ്ട്. എന്തു പറ്റി അങ്ങനെ പറയാൻ കാരണം? ഒരു ലൈറ്റോ ഇൻഡിക്കേറ്ററോ എന്തോ കേടായിട്ട് വന്ന വണ്ടി, അതിന്റെ ഇഞ്ചിൻ വരെ അവൻ പൊളിക്കാൻ പോണു. അവന് വണ്ടി പണി അറിയാം, അവൻ മര്യാദക്ക് ചെയ്തോളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ എന്തിന്? അവനറിയാം. അത് അമ്മേരെ വെറും തോന്നലാണ്. എന്ത്? നമുക്ക് അപ്പൂനെ വിളിച്ച് പറഞ്ഞല്ല. എന്തിനടി വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണേ? ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. നിങ്ങൾ അങ്ങ് ഏറ്റാ മതി. അലവാങ്ങുണ്ടോ? അലവാങ്കൊന്നും ഇവിടെ ഇല്ല. അലവാങ്കില്ലേ? അലവാങ്ക് തിന്നണ സാധനല്ലേ? തിന്നണ അലവാങ്കല്ലേ, മറ്റേ തേങ്ങ മതിക്കണം. പാരയില്ലേ ഇതിന്റെ ഇരുമ്പ് കമ്പി, അതാണ് അലവാങ്ക്. അത് പാരാ. ആര് അലവാങ്കെന്ന് പറയണ? പാരെന്ന് പറഞ്ഞാ ജഡ തെറ്റിദ്ധരിച്ചല്ല അണ്ണനാണ്. ഉണ്ടാ? ഇവിടെ ഇല്ല. ഒരു മമ്മട്ടി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്തോ. മമ്മൂട്ടി ഇല്ല. പാരയില്ല ഇവിടെ. ഇവിടെ ഒന്നും ഇല്ലേ? വേറെന്തില്ലട്? ഇത് മതിയാ? ഒടിഞ്ഞു. എന്റെ സ്പൂൺ എല്ലാം കൊണ്ട് ഒടിച്ചിട്ട് എന്താ ഒരു ജീവിത പ്രശ്നം പറയുമ്പോ തരൂല തരൂല. അടുക്കളയിലെ കത്തി തരാൻ പരിപാടിയില്ല. അത് മതിയാ? ഇത് എവിടെയല്ല നോക്കി, ഇതോടെ ഇരിക്കുന്നു. എന്റെ തലയില് അല്ല കഴുത്തില് തന്നെയല്ലേ? ഒരു ബോധവും ഇല്ല. പോയി. അല്ല, ഞങ്ങൾ പറയായിരുന്നു പോയിട്ട് വരണ്ടാന്ന്. ഇത് റിപ്പയർ ചെയ്യാനാണോ? വണ്ടി റിപ്പയർ ചെയ്യാനാണ്. ഇത് റിപ്പയർ ചെയ്യാൻ ഞാൻ പിച്ചാത്തി മൂർച്ചാക്കണ ആളല്ലേ. കണ്ടാ കണ്ടാ കണ്ടാ
വണ്ടി നന്നാക്കാൻ കൊണ്ടുവന്ന ടൂൾസ് ഉണ്ടാ അവ എന്തെങ്കിലും കൊണ്ടുപോയി വണ്ടി നന്നാക്കട്ടെ. നന്നാക്കട്ടെ. മുടക്കല്ലേ. എന്റെ പൊന്നമ്മ വണ്ടി എല്ലാം കൂടെ വെട്ടി അടപ്പത്ത് വെക്കുമെന്ന് നമുക്കാണെങ്കിൽ അടപ്പ് പോലും ഇല്ല. അടുപ്പ് പോലും ഇല്ല. ഇത് നോക്കിയോ, അവസാനം ഇതിന്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. ഇയാളാര് ലോകത്തുള്ള എല്ലാരും പൈസ കൊടുക്കാനായിട്ട്? പിന്നെ ഈ വീട്ടിൽ എന്ത് കാര്യം നടന്നാലും ഞാനല്ലേ അനുഭവിക്കുന്നത്. അടങ്ങ് ഒരു പൊടിക്കട. അതന്നെ അടങ്ങ്. അത് തന്നെ, ഞാൻ അടങ്ങിയാ മതി. നീ തിന്ന്. ഡാഗരിയാ മുമ്പേ ഇവിടെ നിന്ന് കിടിച്ചു കാറ്റാൻ. എന്റെ അമ്മയാണോ നീ ഇനി കിടിക്കൂ? നിന്റെ അണപ്പല്ലി ഞാൻ അടിച്ചു തീർപ്പിക്കും. ഞാൻ പറഞ്ഞോണ്ട് എനിക്ക് അടപ്പല്ലില്ല. ഇങ്ങനെ എന്റെ അടുത്ത പല്ല്. ഓഹോ എന്റെ മുഖത്ത്. എക്സ്ക്യൂസ് മീ. വല്ലോ ആയോ? ഇൻഡിക്കേറ്റർ വർക്കാവോ? അതാണ് എന്റെ കംപ്ലൈന്റ്. അങ്ങനെ ഇൻഡിക്കേറ്റർ കുറച്ചു നേരമായല്ല നീയൊക്കെ കൂടെ. കൊള്ളാം. മതി ഉള്ളതും കൂടെ നശിപ്പിക്കണ്ട. ഇത് ശരിയാക്കിയതേ ആളിന്റെ പേരെന്താന്നറിയാമോ? ആര്? രാമനുണ്ണി. രാമനുണ്ണി. ഇൻഡിക്കേറ്റർ എന്താ നീ ചോദിച്ചല്ലേ? വർക്കാവോ? വർക്കാവൂ അല്ലേ? ഇപ്പൊ അങ്ങനെയുണ്ട്. വെട്ടി തിളങ്ങാണ് ഇൻഡിക്കേറ്റർ. അങ്കിൾ എന്തടി ഈ നെട്ടും ബോൾട്ടും ഇതിനകത്ത് നിർത്തുന്നു. ഒറ്റും ബോൾട്ടും അതിനകത്ത് നിർത്തുകയാണ്. അപ്പൊ തിരിച്ചു വെക്കണ്ടേ? തിരിച്ചു വെക്കണമെന്ന് ഞാൻ വെക്കൂലായിരുന്നു. ആവശ്യമില്ലാത്ത പറയാൻ നട്ടും ബോൾട്ടും എല്ലാം ഊരുകളാണ്. അടുത്ത സർവീസിനായിട്ട് ബാക്കിയുള്ള ഊരുകളായി. അയ്യോ അപ്പൊ ഇതെല്ലെങ്കിലും പ്രശ്നമില്ലേ? നിനക്കിപ്പോ എന്ത് ചോദിച്ച ഡൗട്ടേ. നട്ടും ബോൾട്ടും എല്ലാം വാങ്ങിച്ച് ഇതിനകത്ത് കയറ്റി വെക്കാൻ പൊടിപ്പിയിലാണ് അച്ചിയുടെ കടയിൽ. ആവശ്യമുള്ളത് മതി. കൈയ്യട് ഞാൻ തുടച്ചു വെച്ച വണ്ടിയാണ് മാർ. ഈ അഴുക്ക് വെച്ചോ തുടങ്ങണേ? അങ്കിൾ ചേട്ടാ വണ്ടിയൊക്കെ റെഡി ആയില്ലേ? റെഡിയല്ലേ? വണ്ടി എന്നാ വണ്ടി നോക്ക്. അല്ല ചേട്ടന്റെ ഫേസ് കണ്ടാ അറിയാം വണ്ടി റെഡി ആയെന്ന്. ഇൻഡിക്കേറ്റർ കത്തി. അയ്യോ അയ്യോ കൊള്ളാം. ഒന്ന് മാറാം. എന്ത് ഞാനൊന്ന് നോക്കാൻ. നോക്കിയോ? ചെവി തന്നെ കത്തി. കൊള്ളാം. സെറ്റ്. എത്ര ചേട്ടാ പൈസ? ആ ടിക്കറ്റ് 60 എല്ലാം കൂടെ ഒരു വലിയ പൈസ ഒന്നുമില്ല. ആദ്യമായിട്ട് പറഞ്ഞല്ലേ? ഒരു 2500 2300 വന്നിട്ട് പോയിക്കോ. 2300? ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കണം. എന്നാ 2300. എന്ത് കുറച്ചേ? 2500 200 കുറച്ചില്ല. 200 എന്ത് ഇവിടെ വിലയില്ല. ഒരു ബിരിയാണിക്കുള്ള പൈസയാണ് 200 രൂപ. ഞാനാണ്ട് കുറച്ച് കൊടുത്തു. 10, 100, 1000, 2500, 500 കൂടുതല. 200 ഗൂഗിൾ പേ ചെയ്ത് തരാം. നമ്പർ തന്നിട്ട് പോനിയോ? അന്ന് ഈ 200 വെച്ചിട്ടാ ഒരു 500 തരൂ. ബിരിയാണി കഴിക്കാനാണ്. 2 പേരുണ്ട്. ബിരിയാണി കഴിക്കാണെങ്കിൽ ഓക്കെ. ആരാ 2 പേര്? എന്റെ ഒരു കൂട്ടുകാരിയാ. ഞങ്ങക്ക് പോകാനുള്ള വണ്ടിയാണിത്. എടുത്തോണ്ടോ? ഇവിടെ വെക്കണ്ട, കൊണ്ടുവയ്ക്കോ. ഒന്ന് മാറൂ. ഇതെന്താ ബാലൻസ്? ഇതെന്തിന്റെ ബാലൻസ്? ബാലൻസ് ബാലൻസ് ഒന്നും ഇവിടെ പഠിപ്പിക്കില്ല. നീ വീട്ടിൽ നിന്ന് പഠിച്ചോണ്ടോ ബാലൻസ്? ഓടിക്കാൻ അറിയാമോ? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി സ്റ്റാർട്ടാണല്ലേ?
ആ ഹെൽമെറ്റ് ഒന്ന് തറ വെച്ചിട്ട് അടിച്ചു നോക്ക്. അതാണ് നേരത്തെ ഇതുപോലെ പറ്റിയായിരുന്നേ. അന്ന് ഹെൽമെറ്റ് വെച്ചപ്പോഴാണ് റെഡി ആയത്. സ്റ്റാർട്ടാവുന്നില്ല. വേറെ ഹെൽമെറ്റ് വേണമായിരിക്കും. അത് മതി. ഒരു കാര്യം ചെയ്യാം, ബാ. എന്താ? ഞാൻ ശരിയാക്കി തരാം. ഇരുന്നോ. ഇരിക്കാനോ? ഞാൻ തള്ളിത്തരാം, സ്റ്റാർട്ട് ചെയ്ത് പൊയ്ക്കോളണം. അപ്പൊ എവിടെയെങ്കിലും വെച്ച് ഓഫായാ? ഓഫൊന്നും ആവില്ല. അയ്യേ, പിടിച്ചോ. ആ ആ ആ ആ വിട്ടോ. നീ അങ്ങനെ പൊയ്ക്കോ, തിരിച്ചോട്ടോ, പൊയ്ക്കോ. ദൈവമേ, 2500 രൂപ. ഏത് പിന്നെ ഡെയിലി പണിത് ഒരു 10-70 രൂപ കിട്ടും അല്ലേ? ഇങ്ങനെയാണെങ്കിൽ കിട്ടും. നീ മാറിയില്ലേ? നീ പങ്കൂട്ടാ, നീ കിടക്കുന്ന നട്ടും ബോൾട്ടും അല്ലേ ഇല്ലേ, ഒരു ചിരട്ടയിൽ വാരിയിട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേരെ. പിന്നെ ഈ ടൂൾസ് എല്ലാം ഉണ്ടല്ലോ, എല്ലാം കൂടെ വാരി അടിക്കി അങ്ങോട്ട് മാറ്റി വെക്കണം. അല്ല ഉണ്ണിയപ്പോ തന്നെ അടിക്കും. എന്നെ അടിക്കണത് ഞാൻ പറഞ്ഞു നീ കാണുന്നല്ലേ എടുത്തേന്ന്. എനിക്ക് നിന്റെ ന്യായമൊന്നും കേൾക്കണ്ട. ഞാൻ ഇല്ലാത്ത സമയത്ത് വർക്ക്ഷോപ്പിൽ കയറി പണി ഞാൻ നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ശരി, ഞാൻ പണിയല്ലാണ് ചെയ്തത്. ഞാൻ പൈസ വാങ്ങിച്ചു. അതിനിപ്പോ എത്ര വഴക്കുറേണ്ട കാര്യം തോന്നുന്നു? ഞാൻ പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ട് പോയാ ഇന്ന് പണിയില്ല, ഞാൻ ഇല്ലാത്തോണ്ട് പണിയില്ല, നിങ്ങളടുത്തൊക്കെ പറയാൻ പറഞ്ഞില്ലേ? എന്റെ പൊന്ന് ഡാഡി, ഞാൻ പൈസ വാങ്ങിച്ചു. ഞാൻ ഒരു 500 അങ്ങ് തന്നേക്കാം. എനിക്ക് പോടാ, നിന്റെ ഈ പൈസ ഒന്നും എനിക്ക് വേണ്ട. എടി നീയൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഒരു പ്രയോജനം ഇല്ലാതായി പോയടാ. ആ വർക്ക്ഷോപ്പിൽ ചെന്ന് നോക്ക്. ആ വണ്ടിയുടെ നട്ടും പോട്ട് കംപ്ലീറ്റ് അവിടെ കിടക്കുകയും ഞാൻ വണ്ടി നന്നാക്കി കൊടുത്തു. ഓണ വടിയിലാവും വണ്ടി അടുത്തും ഇരുന്ന് ചത്ത ആരും ഉത്തരം പറഞ്ഞു? പറ. അല്ല, പറ്റിപ്പോയി. മാമ ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ച് വിട്ടാ മതിയായിരുന്നു. അതിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ. പറ്റിയില്ലേ? എടാ, എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഞാനാണ് ആ വണ്ടി പണിതെന്ന് ആര് പോയി പറയും? മരമണ്ട അവൻ പോയി പറയില്ലേ? ഇവിടെ വണ്ടി നന്നാക്കാൻ കൊണ്ടുവന്ന പോയി. വീട്ടിൽ എത്തിയല്ലേ പറയുള്ളൂ. അതെന്ത്? എന്റെ ദൈവമേ, നിങ്ങൾക്കപ്പോ അറിയാം അങ്ങനെ വീട്ടിൽ എത്തൂലെന്നല്ലേ? ഈശ്വരാ, നിനക്ക് അറിഞ്ഞൂടാത്ത പണിക്ക് പോണമായിരുന്ന നീ? ഞാൻ ഇപ്പൊ ക്ലീൻ ആയിട്ട് വിട്ടില്ലേണ്ണ. വിട്ടു. എനിക്ക് പിന്നെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഞാൻ ഒരു കാര്യം പറയാം. അവന് എന്തെങ്കിലും സംഭവിച്ചിവിടെ ആൾക്കാരെ വല്ലതും പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് ഉത്തരവാദിയല്ല. എന്നെ ഇതിൽ ഇട്ട് വലിച്ച് ഇരിക്കുകയും ചെയ്യും. എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല. കാണിച്ചു വെച്ചേക്കണ വേലകള് അത് തന്നെ എനിക്കും അതേ പറയുള്ളൂ. മാമൻ പറഞ്ഞോലെ എന്തെങ്കിലും വന്നു എന്നെ പിടിക്കരുത്. മാറ്, എന്നെ വിളിക്കില്ലേ? എന്തോ ചെയ്യാൻ പോണു? എന്തോ ചെയ്യാൻ? അവൻ പോയല്ലോ, ഇനി എന്തോ നീ വരുമ്പോ കാണാം. സംഭവിക്കില്ലേ? എനിക്കൊന്നും സംഭവിക്കൂല. നിങ്ങളുടെ കാര്യം എനിക്കറിയണം. നിനക്ക് സംഭവിക്കും ആ കാര്യമല്ലല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ കാര്യം നോക്കിയാ പോരെ? പറയാതെ വേണ്ട, അവർ ചുമ്മാ പേടിപ്പിക്കാൻ പറഞ്ഞു. പറ്റേന്നില്ല. ശരി. എവിടെ പോണേ? ഞാൻ പോണു. ഞാൻ ഒളിച്ചിരിക്കാൻ പോണു. ആ പയ്യൻ വന്നപ്പോ നീ കൂടെ എന്റെ കൂടെ നിന്നല്ലേ, പിന്നെ ഇപ്പഴും നില്ലേ? എപ്പോ? അയ്യോ, ആ പയ്യൻ എന്റെ മുഖം ഓർമ്മയാണോ? ഓർമ്മ എന്തായാലും കാണും. അയ്യോ, ഇതല്ലടാ വീട്. ഇത് തന്നെ. ആരെല്ലാം അവിടെ? ഇറങ്ങി വേണ ഇങ്ങോട്ട്. ഇറങ്ങി വരാനാ പറഞ്ഞത്. ആരുമല്ല അവിടെ. ആരാ? എന്തേ? ആരാണ്? ഇവരാടാ നിന്റെ വണ്ടി ശരിയാക്കി. ഇവരൊന്നുമല്ല, വേറൊരുത്തനാ. കാര്യം എന്താണ്? ഇതെന്റെ മകനാണ്. അവൻ വണ്ടി ശരിയാക്കാൻ ഇവിടെ കൊണ്ടുവന്നപ്പം അതിന്റെ വണ്ടി ഇഞ്ചിൻ ഉൾപ്പെടെ എല്ലാം പണിത് കൊളവാക്കി. അത് രാമനാണ്. രാമോ, എവിടെ പോയി കിടങ്ങ? രാമ, വിളിച്ചിറക്കണോ അവനെ? വിളിക്കാം, വരിപ്പോ. രാമാ, അതെ, അതെന്റെ അളിയനാണ് രാമൻ. ഇതവന്റെ അച്ഛൻ. മാമനാണ് വർക്ക്ഷോപ്പ് ഒക്കെ നോക്കി നടക്കുന്നത്. അതെ, അതെ, മാമനാ. മാമനെ ഒന്നും ചെല്ലു, മാമനെ ചെല്ലു. ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാത്തോണ്ടല്ലോ എന്റെ അച്ഛന്റെ പ്രായം കൊണ്ടാണ്. 24 മണിക്കൂർ സമയം തരും.
അതിനുള്ളിൽ വണ്ടി ശരിയാക്കി ഇവന്റെ വാങ്ങിച്ച ഇത് 2500 രൂപ കൊടുത്തില്ല കണ്ടല്ലോ. തരാം തരാം ഈ തരകന്റെ സ്വഭാവം. തരാം 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 തരാം. ദോ, വണ്ടി കണ്ട വർഷം ഇറക്കി കേട്ടോ. പോടാ മോനെ. മനസ്സിലായോ? ഓ ശരിയാക്കി തരാം. ശരിയാക്കി വെച്ചേക്കണം. ഓ എലി മാമാ, അയ്യോ മാമാ. അയ്യോ അണ്ണാ ഡാ മുടി വേണം ഇടി കിട്ടിയ അണ്ണാ. இந்த மண்ணடிச்சுக்கிற முட வர வர முட வர ഇതിനെ പറ്റിയ അണ്ണാ. നീ എന്തിനു വേല കാണിച്ചിട്ട് പോയത്? നീ കാണിച്ചിട്ട് പോയത്? അയ്യോ അണ്ണാ ഈ പൈസ അണ്ണ എടുത്തോ.